ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിഷോർ പുറത്തേക്ക്, അതായത് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് AGMൽ നിന്നും കോള് വരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, രാധികയായിരുന്നു. രാധിക വിളിച്ചിട്ട് ഗീതു ഇന്ന് ഇവിടെ നിന്ന് ആരോടും പറയാതെ ഇറങ്ങി പോയിരിക്കുകയാണെന്നും, അപ്പോൾ ഗീത തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ നീ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ തമ്മിൽ ചുറ്റിക്കറങ്ങാൻ പോയതായിരുന്നു എന്നുള്ളൊരു പ്രചരണം ഉണ്ടാക്കിയെടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇവൻ്റെ ഫോൺ കോളെല്ലാം, ഫോൺ വിളിയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അവർണിക വന്ന് നിന്ന് കേൾക്കുക കേട്ടോ. അപ്പോൾ അവർണിക ഇത് ഒളിച്ച് നിന്ന് കേൾക്കുന്നു. ഗീതുവിന് മൂക്ക് കയറിടാനുള്ളൊരു അവസരമാണ് ഇതൊന്നും, അത് പാഴാക്കരുതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് രാധിക ഈ കിഷോറിന്. അപ്പോൾ മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനതെല്ലാം റെഡി ആക്കിക്കോളാം എന്ന് പറഞ്ഞു. പറ്റിയാലൊരു ഫോട്ടോ കൂടി എടുക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഗീതുവിനെ ഒന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഫോണിൽ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തിട്ട് കിഷോർ ഇങ്ങ് ഇറങ്ങുമ്പോൾ അവർണിക കയറി ചെന്നു. നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അത്യാവശ്യമായിട്ട് മേഡം ഒന്ന് പുറത്തേക്ക് എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞപ്പം, പുറത്തേക്ക് ചെല്ലാനോ, എന്തിനാണെന്ന് നീ ചോദിച്ചില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ മേലധികാരികളെ ചോദ്യം ചെയ്യരുതെന്ന് നീ തന്നെയല്ല എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചപ്പം, ഈ പുറത്ത് പോകുന്നതിനൊന്നും നേരവും കാലവും ഇല്ലേന്ന് ചോദിച്ചപ്പം, അപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ജോലി എന്താണെന്ന് ഞാൻ ഗീതാഞ്ജലിയോട് ഒന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർണിക വിളിക്കാൻ തുടങ്ങുമ്പം, അവർണിക നീ ഇപ്പോൾ വിളിച്ചാൽ ഞാൻ പറഞ്ഞിട്ടാണെന്ന് ഗീതാഞ്ജലി മേഡത്തിന് മനസ്സിലാവത്തില്ലേ? പിന്നെ തന്ന ജോലി ചെയ്യാൻ മടിയുള്ള കാരണം വിളിപ്പിച്ചതാണെന്ന് മേഡം കരുതില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തിനാ ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കി വെക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ കിഷോർ ചോദിക്കുക. എന്നെ സംബന്ധിച്ച് വർക്കാണ് പ്രധാനം, അതിൽ കാലമോ നേരമോ ഒന്നും ഞാൻ നോക്കാറില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് അവർണിക ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കും. എന്നിട്ട് അവർണികയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവൻ പോവുക. അവർണികയ്ക്കാണ് ടെൻഷനായി. അവർണിക ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കിഷോറിൻ്റെ ഒരു ഷർട്ട് അവിടെ കിടക്കുന്നുണ്ട്. ആ ഷർട്ടിൽ ഗീതുവിൻ്റെ മണവും അതുപോലെ തന്നെ ഗീതുവിൻ്റെ ഒരു പൊട്ടൊക്കെ അതിൽ ഇരിക്കും കേട്ടോ. അതൊക്കെ കണ്ടപ്പോഴേക്കും ആകെ ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അവർണിക. അങ്ങനെ ആ പൊട്ടെടുത്തതേ നമ്മുടെ അവർണിക ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതേസമയം പിന്നെ കാണിക്കുന്ന വിജയലക്ഷ്മി മേഡത്തിനെ. വിജയലക്ഷ്മി മേഡത്തിൻ്റെ അടുത്തുണ്ട് നമ്മുടെ ഗീതു. പിന്നെ ഞാൻ കാരണം, ഈ ഗീതു കാരണം രഞ്ജു ബയോഡേറ്റ നേരിട്ട് കണ്ണേട്ടന് കൊടുത്തു തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മേഡത്തിന് മുന്നിലിരുന്ന് ഇങ്ങനെ പറയാം രഞ്ജുവിനെ കുറിച്ച്. മേഡം അതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ നിലത്ത് പോയി. എന്താ അമ്മ ഇത്, സൂക്ഷിക്കണ്ടേ, നോക്കി ചെയ്യണ്ടേ എന്നൊക്കെ ഗീതു ചോദിക്കുവാണേ. എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ ഗീതു കുത്തും കോളും വെച്ച് ഇങ്ങനെ വർത്തമാനം പറയാം. പഠിച്ച കള്ളിയാ എന്നിങ്ങനെ ഗീതു അവിടെ ഇരുന്ന് പറഞ്ഞപ്പം എന്നിങ്ങനെ അമ്മ, അല്ല രഞ്ജുവേ അവൾ പഠിച്ച കള്ളിയെന്ന് പറയായിരുന്നു. ആ രഞ്ജു പെയിൻ ഗസ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് അവിടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. അവൾ ആരാ കള്ളി, അതിൻ്റെ പേരിൽ ഞാനൊരു അന്വേഷണം തന്നെ നടത്തിയെന്നൊക്കെ പറഞ്ഞു ഗീതു. അവളെ അവിടെ കൊണ്ട് ആദ്യം താമസിപ്പിച്ചിരുന്നതും കണ്ണേട്ടൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുക. അല്ല, അവിടെ താമസിപ്പിച്ചിരുന്ന ആ വീട്ടുകാരില്ലേ, അവർക്കറിയാമായിരുന്നല്ലോ ശിവയുടെ അഡ്രസ്സ്, അവരോട് ചോദിക്കാമായിരുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ, ശിവയോ, അതാരാ, ഏത് ശിവ? അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയി. ശിവയെന്ന് ഞാൻ പറഞ്ഞോ? ആ മോളല്ലേ എന്നോട് കഴിഞ്ഞ ദിവസം ശിവ എന്ന് പേര് പറഞ്ഞത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞു, അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ നീ എന്നോട് പറഞ്ഞു. നീ പറയാതെ ഞാൻ എങ്ങനെയാ ആ പേര് അറിയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം മേഡം. പോട്ടെ, അതെന്തെങ്കിലും ആവട്ടെ എന്ന് ഗീതു. ഞാൻ അവളോട് യഥാർത്ഥ അഡ്രസ്സ് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞില്ല, അറിയില്ലെന്നാ എന്നോട് പറഞ്ഞത്. പിന്നെ എൻ്റെ ഉദ്ദേശം എന്താ, എൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിച്ച് മൊത്തം കുളവാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊന്നും പിന്നെ ചോദിക്കാനായിട്ട് പറ്റിയില്ല, ഞാനങ്ങ് പോന്നു. നമ്മളൊരു കാര്യം അറിയാൻ തീവ്രമായി ആഗ്രഹിച്ചാൽ അതറിയിക്കാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. മേഡം കിടന്ന് ഉരുകുക കേട്ടോ. ഗീതു ആണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നു. മേഡത്തിന് ടെൻഷനാകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ശിവരഞ്ജിനി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം മേഡത്തിനോട് പറഞ്ഞു. മേഡം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. പിന്നെ ഗീതു പോയതും നിന്നതുമായുള്ള കാര്യങ്ങളെല്ലാം ഗീതു അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക. അതിനുശേഷം അജാസ് കൂടെ ചെന്ന് അജാസ് വിളിച്ചു പറഞ്ഞു, അജാസിനെ ഗോവിന്ദൻ വിളിച്ചു പറഞ്ഞു ഗീതു പുറത്തേക്ക് പോന്നു എന്നുള്ള കാര്യം. അപ്പോൾ തൊട്ട് ഞാൻ അന്വേഷണം തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് അജാസ് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഇങ്ങനെ നോക്കുന്നു. അപ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങോട്ടാ മേഡം വന്നിരിക്കുന്നതെന്ന്. ഞാനിവിടെ വരുമെന്ന് നിൽക്കുക എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ, ഇന്നലെ ഞാൻ ഈ വീട്ടിലൊക്കെ വന്നായിരുന്നു എന്ന് നമ്മുടെ അജാസ് പറയണം. ഈ വഴിയെന്നല്ല, ഏതു വഴി പോയിട്ടും ഒരു കാര്യവും ഇല്ലെന്നുള്ള കാര്യം ഗീതാഞ്ജലി അന്നേരം പറയുവാണ്. എന്നും തോൽക്കാനാ എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഇങ്ങനെ നിരാശപ്പെട്ടു പോവല്ലേ, ഒരു വഴി അടയുമ്പോൾ മറ്റു വഴികൾ തുറക്കും എന്ന് പറയും. അല്ല അജാസിക്ക, എനിക്ക് നടപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ, എങ്കിലേ
ജയിപ്പിക്കാനാ ഞാൻ വന്നത് എന്ന് അജാസ് പറയണു. അങ്ങനെ ഗീതാഞ്ജലിയോട് അജാസ് കാര്യങ്ങളെല്ലാം പറയുവാണ്. ആ മേഡത്തിൻ്റെ മകളാണ് വിജയലക്ഷ്മി എന്നുള്ള കഥ. ആ കാര്യം കേട്ട് ഞെട്ടി നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുന്നു. ആ കഥ മുഴുവനും നമ്മുടെ വിജയലക്ഷ്മി മേഡത്തിനോട് പറഞ്ഞു കൊടുത്തു. നമ്മുടെ ഗീതു, ശിവരഞ്ജിനി നിങ്ങളുടെ മകളല്ലേന്ന് ചോദിച്ചപ്പോൾ മേഡം ഞെട്ടി. മേഡം കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അന്ന് ആ ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചത് ഓർമ്മയുണ്ടോ? ആ ഫോട്ടോയിൽ കണ്ട പെൺകുട്ടി ആരാണെന്ന് നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞെന്ന് ഓർക്കുന്നില്ലേ? എന്നെ മകളെ പോലെ സ്നേഹിക്കുന്നതായി ഭാവിച്ച് ഒരു കോമാളിയാക്കി കളി കണ്ട് നിൽക്കുകയായിരുന്നു നിങ്ങളല്ലേ എന്ന് ഗീതു ചോദിച്ചപ്പോഴും മേഡം അവിടെ നിന്ന് കരയാം. മോളെ, നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ സ്നേഹത്തിൽ കള്ളത്തരം എന്ന് പറയുന്നതൊന്നില്ല, നിങ്ങൾ ശരിക്കും ഒരു ഫേക്കാണെന്ന് ഗീതാഞ്ജലി പറയണു. ഇതൊക്കെ കേട്ട ആ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ, വളരെ ദയനീയമായിട്ട്, ആകെ സങ്കടമായിട്ട്. ആ സമയം ബാംഗ്ലൂർ വെച്ചുണ്ടായ അപകടത്തിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു എന്നുള്ളത് നേര് തന്നെയാണ്. അവിടം തൊട്ട് ഇന്ന് വരെ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആ ഒരു സഹായത്തിന് വേണ്ടി നിങ്ങൾ എന്നെ ബലിയേടാക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരത്തെ അവിടെ പറയാം. നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം. എന്നെ പതുക്കെ ഇല്ലാതാക്കി രഞ്ജുവിനെ മരുമകളായി അറയ്ക്കൽ തറവാട്ടിൽ വാഴിക്കാനല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് മേഡം ഞെട്ടിപ്പോയി. ഗീതു, നീ എന്തൊക്കെയാ പറയണേ? കണ്ണേട്ടൻ്റെ കണ്ട ദൈവമാണ് രാധികാമ്മ. ഞാനും രാധികാമ്മയും തമ്മിൽ ശത്രുക്കളായാൽ കണ്ണേട്ടൻ എന്നെ ഉപേക്ഷിക്കും. അത് പ്രയോജനപ്പെടുത്തി രഞ്ജുവിനെ വീണ്ടും കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ അതല്ലേ നിങ്ങൾ കാണിച്ചു കൂട്ടി ഇതിനൊക്കെയുള്ള ലക്ഷ്യം? അയ്യോ ഗീതു മോളെ, അങ്ങനെയൊന്നും നീ പറയരുത്. ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നീ പറയുന്നതെന്ന് പറഞ്ഞപ്പം, വേണ്ട, വെറുതെ നിങ്ങൾ എൻ്റെ മുന്നിൽ നിഷേധിക്കണ്ട, എനിക്കത് കേൾക്കണ്ട. അറക്കിലേക്ക് നിങ്ങൾക്ക് അവളെ കൊണ്ടുവരണമായിരുന്നു. കണ്ണേട്ടൻ നേരത്തെ വിവാഹം കഴിക്കാനിരുന്ന പെണ്ണിൻ്റെ അമ്മയാണ് നിങ്ങളെന്ന്. അതൊക്കെ കേട്ടതേ നമ്മുടെ മേഡം ഞെട്ടിപ്പോവാ. അറക്കിലേക്കുള്ള എൻ്റെ വാതിൽ നിങ്ങൾ അടപ്പിക്കുകയാണ് ചെയ്തത്. അയ്യോ മോളെ, നീ കരുതി വെച്ചിരിക്കുന്നൊന്നും സത്യമല്ലെന്ന് പറഞ്ഞപ്പം, ഇനി എന്നോട് സംസാരിക്കാനുള്ള വോയിസ് നിങ്ങൾക്കില്ല എന്ന് ഗീതു തറപ്പിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഗീതാഞ്ജലിയുടെ ഭർത്താവ് അറക്കൽ ഗോവിന്ദ് മാധവൻ, മറ്റാർക്കും അദ്ദേഹത്തിനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ഗീതു തറപ്പിച്ചു പറയുന്നു. അപ്പം അതൊക്കെ കേട്ടിട്ട് മേഡം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാട്ടെ. എന്ത് ചെയ്യും? ഒരു രീതിയിലും ഗീതുവിനെ പറഞ്ഞിതാക്കാൻ പറ്റണില്ല. നീയും ഗോവിന്ദനും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പം, വേണ്ട, കള്ളക്കഥകളും കള്ളക്കരച്ചിലും ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തിക്കോളാൻ ഗീതാഞ്ജലി പറയുവാണ്. മനസ്സ് തകർന്ന ഗീതുവും പറയുന്നത്, ഇനി നിങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്ന് ഗീതു അങ്ങ് പറഞ്ഞു. അതും പറഞ്ഞ് ഗീതു അവിടെ നിന്ന് പടിയിറങ്ങി പോരുമ്പോൾ, മോളെ അമ്മ പറഞ്ഞു നിന്ന് കേൾക്കാൻ പറഞ്ഞു. കേൾക്കാനൊന്നും കൂട്ടാക്കിയില്ല. മോളെ, എനിക്ക് പറയാനുള്ളത് നീ കേൾക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മ പിന്നാലെ ചെല്ലുന്നുണ്ട്. പക്ഷെ ഗീതു ഒന്നും കേൾക്കാൻ തയ്യാറല്ല. ഗീതു എന്ന് പറഞ്ഞൊരു 1000 വട്ടം വിളിച്ചു. പക്ഷേ പെട്ടെന്ന് മേഡത്തിന് തലയ്ക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ, വേഗം വീഴാൻ പോകുന്ന പോലെയൊക്കെ തോന്നി. എന്നിട്ട് നേരെ പൂജാമുറിയിലേക്ക് പോയി അവിടെ പോയി നെഞ്ചൊരുക്കി പ്രാർത്ഥിക്കുവാണ്. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ എൻ്റെ മോളെന്നോട് പറഞ്ഞിട്ട് പോയത്. ഇനിയിപ്പോൾ ഈ കഥയൊക്കെ മാറ്റി പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഗോവിന്ദ് വിചാരിക്കണമെന്ന്. അതിനുശേഷം അവിടെ നിന്ന് നമ്മുടെ ഗീത, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മേഡം സത്യം ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മത്തിലേക്ക് തൊട്ട് സത്യം ചെയ്ത കാര്യങ്ങൾ ആ മേഡം അവിടെ നിന്ന് ആലോചിക്കുന്നു. എന്നിട്ട് മുറിയിൽ പോയി ഇങ്ങനെ തളർന്നിരിക്കും. ഇനിയിപ്പോൾ ആരും അവർക്കൊരു കൂട്ട തുണിയായിട്ടില്ല. എല്ലാവരും അവരിൽ നിന്ന് അകന്നു പോയി. അവരങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. എന്താ മുന്നിൽ ഒരു പോംവഴിയും അവർക്കില്ല. ആകെ വിഷമിച്ച് എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ആ ഒരു ആൽബം എടുത്ത് ഇങ്ങനെ നോക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ, അതായത് മാധവേട്ടൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. വർഷങ്ങൾ എത്രയൊക്കെ കഴിഞ്ഞിട്ടും, എന്താ മാധവേട്ട, നിങ്ങൾ ഗോവിന്ദനിലൂടെ നിങ്ങൾ എന്തിനാ രാധികയെ സംരക്ഷിക്കുന്നത് എന്ന് ചോദിക്കുവാണ് ആ ഫോട്ടോയിൽ നോക്കി. അപ്പോൾ വലിയ വലിയ സത്യങ്ങൾ നിങ്ങൾക്കറിയാലോ. ഞാൻ തെറ്റുകാരിയല്ല എന്നും അവനോട് സ്വപ്നത്തിലെങ്കിലും നിങ്ങൾ ഒന്ന് വന്ന് അവനോട് പറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഫോട്ടോയിൽ നോക്കി പൊട്ടിക്കരയാണ് വിജയലക്ഷ്മി മേഡം. അപ്പം മറ്റാർക്കും അറിയാത്ത വലിയൊരു കഥ ആ മേഡത്തിൻ്റെയും അതുപോലെ ഗോവിന്ദൻ്റെ അച്ഛൻ്റെയും ജീവിതത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉണ്ടായ ആ ഒരു വലിയ കഥ അവിടെ ആ മേഡം ഇങ്ങനെ മനസ്സിലേറ്റു പറയുന്നു. അങ്ങനെ ആ ഫോട്ടോയിൽ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അങ്ങനെ ആ ഫോട്ടോ നോക്കി എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഒറ്റപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുന്ന ആ ഒരു അമ്മയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം ഈ സൂപ്പർ ഹിറ്റ് കഥ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും.
അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. അടിപൊളി കഥകളും കഥാവിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.